ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. SSF സംഘടിപ്പിച്ച ഈ സാഹിത്യോത്സവത്തിൽ ഞാൻ ഒരു കൊച്ചു കഥ പറയാൻ പോകുകയാണ്. ആ കഥയുടെ പേരാണ് ഭൂമിയിൽ ആണ്ടുപോയ കോടീശ്വരൻ. ശ്രദ്ധിച്ചു കേൾക്കുമാലോ. പണ്ട് പണ്ട് മൂസാ നബി അലൈഹിസ്സലാം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ സംജത സഹചാരിയായിരുന്നു കാൾ. സത്യവിശ്വാസികളും സാധകനുമായിരുന്നു അദ്ദേഹം. പരമദൈത്യനുമായിരുന്നു. നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ മക്കൾ വിശന്ന് കരയുന്നത് കണ്ട് അദ്ദേഹം നബിയോട് ഇങ്ങനെ അഭ്യർത്ഥിച്ചു: നബിയെ, വിശന്ന് കരയുന്ന മക്കളുടെ മുഖം കാണുമ്പോൾ നെഞ്ചിരിക്കുന്നു. ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ദുരിതം തീർക്കുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും. ഇത് കേട്ട് മൂസാ നബി അലൈഹിസ്സലാം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഹേ ശിഷ്യ, ഈ ലോകം നശ്വരവും നൗമീശവുമാണ്. താങ്കൾക്കറിയില്ലേ, സുഹൃത്തുക്കൾ മാറി മാറി തന്ന് അള്ളാഹു നമ്മെ പരീക്ഷിക്കും. അത് ക്ഷമയോടെ നേരിടണം. അറിയാം നബിയെ, ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ കഴിയണ്ടേ. ഒരു കാര്യമാണ് അങ്ങയോട് ഞാൻ യാചിച്ചത്. താങ്കളെ ദൈത്യനാക്കിയത് താങ്കളെ നന്മക്ക് വേണ്ടിയാണങ്ങനെ. പണം മഹാവിപത്താണെന്ന് മറക്കരുത്. അത് എനിക്കും അറിയാം നബിയെ. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യില്ല. നന്മസിൽ നിന്ന് വെടിയുകയുമില്ല. അങ്ങനെ ദുരിതം തീർക്കുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും. കാറൂന്റെ സമ്മർദ്ദത്തിൽ വഴങ്ങി മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ക്രമേണ കോടീശ്വരനായി. സുഖങ്ങളെല്ലാം വർദ്ധിച്ചു. എന്നിട്ടും പള്ളിയിൽ പോലും പോകാതെ രാപകലില്ലാതെ പണം കുന്നുകൂട്ടിക്കൊണ്ടേയിരുന്നു. കോടീശ്വരനായ കാറൂന്റെ മാറ്റങ്ങളെല്ലാം മൂസാ നബി അലൈഹിസ്സലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം മൂസാ നബി അലൈഹിസ്സലാം ശിഷ്യനെ കാറൂനെ വിളിക്കാൻ അയച്ചു. കാറൂൻ അതിനായി മറുപടിയായി ഇങ്ങനെ പറഞ്ഞു: മനസ്സില്ലെന്ന് പറയൂ. എന്നെ കാണേണ്ട കാര്യം എന്റെ അടുത്തോട്ട് വരട്ടെ. ഇത് കേട്ടു മൂസാ നബി അലൈഹിസ്സലാം നിശോഭിതനായില്ല. മൂസാ നബി അലൈഹിസ്സലാം വിചാരിച്ചതന്നെ അഹങ്കാരത്തിന്റെ തിളപ്പായിരുന്നു കാറൂൻ മൂസാ നബി അലൈഹിസ്സലാമോട് പ്രകടിപ്പിക്കാൻ പറഞ്ഞത്. മൂസാ നബി അലൈഹിസ്സലാം വീണ്ടും ശിഷ്യനെ അയച്ചു. ഇപ്പോൾ സക്കാത്ത് ഖജനാവിൽ അടക്കാനായിരുന്നു കൽപ്പന. കാറൂൻ അത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൽപ്പനയാണെന്ന് കരുതി. കാറൂൻ ശിഷ്യനെ ആക്രോശിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഇപ്പോൾ സമ്പാദിക്കുന്നത് ഞാൻ സ്വയം സമ്പാദിച്ചതാണ്. അതിൽ കണ്ടിട്ട് ആശയപ്പെട്ട കാര്യമില്ലെന്ന് പറയൂ. എനിക്ക് സക്കാത്ത് തരാൻ മനസ്സില്ല. ഒരു ദിവസം മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പ്രസംഗപീഠത്തിൽ ഇരുന്ന് ആളുകൾക്ക് സാരോപദേശം നൽകി. പ്രസംഗം മതിയെ പറഞ്ഞു: വ്യഭിചാരം ആപത്താണ്. അതിൽ ഏർപ്പെടുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലണം. അപ്പോൾ ജനമധ്യത്തിൽ നിന്ന് ഒരു സ്ത്രീ എണീച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: അത് താങ്കളാണെങ്കിലോ നബിയെ, അത് എനിക്കും ബാധകമാണ്. ആ സ്ത്രീ മുമ്പോട്ട് വന്നുകൊണ്ട് പറഞ്ഞു: താങ്കളാം, ഞാൻ ഗർഭിണിയാണ്. ആളുകളെല്ലാം അടക്കം നോക്കി. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു: നീ പറയുന്നത് കള്ളമാണ്. നിന്റെ കാര്യം അള്ളാഹുവിന്റെ സഹായത്തോടെ എനിക്ക് എടുത്തി വരുത്താൻ കഴിയും. ഇത് കേട്ട് ആ സ്ത്രീ ഭയന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: അടുത്ത നബിയെ, അരുത്, ഞാൻ തെറ്റുകാരിയാണ്. എന്നോട് ക്ഷമിക്കണം. എന്നോട് ഇങ്ങനെ പ്രകടിപ്പിക്കാൻ പറഞ്ഞത് കാറൂനാണ്. ഇതിന്റെ ഉത്തരവാദിയും കാറൂനാണ്. എന്നോട് ക്ഷമിക്കണം. മൂസാ നബി അവൾക്ക് ക്ഷമിച്ച് വിട്ടയച്ചു. ക്രൂരനും ചതിയനുമായ കാറൂനോട് മൂസാ നബി അലൈഹിസ്സലാം ക്ഷമിച്ചില്ല. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു: ശിഷ്യാർത്ഥൻ ഇനിയും വൈകരുത്. ഉടൻ ഫലം കണ്ടു. ഭൂമി രണ്ടായി പിളർന്ന് കാറൂൻ അതിലോട്ട് പോയി. കാറൂന്റെ ഒപ്പം കാറൂന്റെ കൊട്ടാരവും മുമ്പിൽ ആണ്ടുപോയിക്കൊണ്ടിരുന്നു. വൈദ്യനായ കാറൂൻ മൂസാ നബിയോട് ഇങ്ങനെ അഭ്യർത്ഥിച്ചു: നബിയെ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഒരു ഫലവും ഉണ്ടായില്ല. കാറൂനും കാറൂന്റെ കൊട്ടാരവും മുമ്പിൽ ആണ്ടുപോയിക്കൊണ്ടിരുന്നു. കൂട്ടുകാരെ, അഹങ്കാരം ആപത്താണ്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ നാം നേരിടണം. എന്റെ കൊച്ചു കഥ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.